ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതെ, ഫൈനലി പറയൂ അഖിലേട്ടൻ. ഫൈനലി വി ആർ മൂവിങ് ടു കോഴിക്കോട്. അയ്യോ വയ്യ. ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഞങ്ങളെ ഉത്തരവാദികളാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് അഖിലേട്ടൻ, അല്ലേ? പിന്നെ ഞാനല്ല അത്രേ. അതെ, പക്ഷെ എന്ത് സുഖസുന്ദരമായി പോയിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ജീവിതം ഇനി ഞങ്ങൾ ഉത്തരവാദി. എനിക്ക് അങ്ങനെ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ. എനിക്ക് ലൈക്ക് കല്യാണം കഴിയുമ്പോൾ അടക്കം ലൈക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവർക്കൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കണം, ഒറ്റയ്ക്കൊരു വീട്, ഭർത്താവിൻ്റെ കൂടെയുള്ളൊരു ലോകം, അങ്ങനെയൊക്കെ ആയിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അപ്പോഴും പറയും എനിക്ക് അങ്ങനെയൊന്നും വേണ്ട, എനിക്കിങ്ങനെ ലൈക്ക് എല്ലാവരും കൂടെ എനിക്കൊന്നും ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല. അതുകൊണ്ടാണ് എനിക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ എങ്ങനെ ഇവരൊക്കെ ഒറ്റയ്ക്ക് പോകണമെന്ന് ഞാൻ ചിന്തിക്കും. പക്ഷെ എനിക്കൊന്നും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ ഹാൻഡിൽ ചെയ്യണമല്ലോ, അതല്ലേ ലൈഫിലെ ടാസ്ക് അല്ലേ, ഹാൻഡിൽ ചെയ്ത് നോക്കട്ടെ പറ്റുമോ എന്നുള്ളത്. ആൻഡ് നിങ്ങളും കുറേ പേര് ഹൗസ് വൈഫ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുണ്ടോ. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. ഇവിടേക്കാണ് നമ്മൾ പോകുന്നത്. കുറേ പേരെൻ്റെ അടുത്ത് ഏകദേശം കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് ഇത്ര വിഷമമില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ പോകുമ്പോൾ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കരച്ചിൽ വരുന്നില്ല എന്നേ ഉള്ളൂ. ലൈക്ക് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും എന്താ കോഴിക്കോട് വരാത്തേ, ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ, ഹസ്ബൻഡ് എന്താ ഒന്നിച്ച് കാണാത്തേ. ഇനിയിപ്പോൾ എല്ലാവരും ഒന്നിച്ച് കണ്ടോളും. സോ ഞങ്ങൾ അങ്ങനെ കോഴിക്കോട് ഒരു എന്താ എടുത്തിരിക്കണം, ഞാൻ കണ്ടിട്ടില്ല. ഏകദേശം 2 മാസമായി ആ സ്ഥലം. ഏകദേശം ഒരു 2 മാസമായിട്ടോ അഖിലേട്ടൻ വീടൊക്കെ എടുത്തിട്ട്. പക്ഷെ ഞാനിവിടെ അരങ്ങേറ്റത്തിൻ്റെയൊക്കെ തിരക്കും അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ ഷിഫ്റ്റ് ആയില്ല. അഖിലേട്ടൻ അവിടെ ജസ്റ്റ് കിടക്കാനൊക്കെ തുടങ്ങിയല്ലേ, കിടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് പോയിട്ട് പ്രോപ്പറായിട്ട് വീട് ഞാനും കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ആക്ച്വലി കല്യാണം കഴിഞ്ഞതും ഒരു 6 മാസത്തിൽ ഒരു വീട് എടുത്തതായിരുന്നു കേട്ടോ. അഡ്വാൻസൊക്കെ കൊടുത്ത് വീടൊക്കെ എടുത്തു. പക്ഷെ ആ വീടും അഖിലേട്ടൻ തന്നെത്താൻ പോയിട്ട് എടുത്തതാണ്. അങ്ങനെ വീടൊക്കെ എടുത്തിട്ട് നമ്മൾ കുടുംബത്തോട് അത് നോക്കാൻ പോയപ്പോൾ എനിക്കത് ഭയങ്കര, ചില വീടുകൾ അങ്ങനെയല്ല. ഞാൻ വിശ്വാസിയാണ്, പക്ഷെ എനിക്ക് അന്ധവിശ്വാസം ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ പറയണില്ല. അവിടെ പോയപ്പോൾ എനിക്ക് കുറച്ചൊരു ലൈക്ക് എനിക്ക് ഒരു വീട് കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് തോന്നണം. എനിക്ക് ഭയങ്കര ആ ഒരു എനർജി എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ആ വീട്ടിൽ താമസിക്കാൻ തോന്നിയില്ല. പിന്നെ അത് മാത്രമല്ല, അവരുടെ വീട്ടിൻ്റെ മുന്നിൽ അവരുടെ കുടുംബ ദൈവങ്ങളുണ്ട്. അപ്പം ഞാൻ അവിടുന്ന് വന്ന് താമസിക്കുന്ന ഒരാളാണ്. അവരുടെ കുടുംബ ദൈവങ്ങൾ അവർ പൂജയും വഴിപാടും ഒക്കെ ആയി നടക്കുന്നതാണ്. അപ്പം എനിക്കെന്തോ അങ്ങനെയൊന്നും പോകാൻ തോന്നിയില്ല. അവർ ലൈക്ക് എനിക്ക് തോന്നുന്നു കോഴിയൊക്കെ കൊല്ലും അങ്ങനെ തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ താമസിക്കാൻ അത്ര ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ആ വീട് നമ്മൾ എടുത്തില്ല. ഒരു 6 മാസത്തിൽ, അതായത് കല്യാണം കഴിഞ്ഞൊരു 3 to 4 മന്തിൽ തന്നെ ആ ഒരു വീട് നമ്മൾ അഡ്വാൻസ് കൊടുത്തു. 35,000 അഡ്വാൻസ് ഒക്കെ കൊടുത്തതായിരുന്നു കേട്ടോ. പക്ഷെ അതിൽ പിന്നെ ബ്രോക്കർക്കൊരു 10,000 കൊടുത്തു. പക്ഷെ നമുക്ക് അഡ്വാൻസ് ഒന്നും അങ്ങനെ തിരിച്ച് കിട്ടിയില്ല. കാരണം അതങ്ങനെയാണല്ലോ, അഡ്വാൻസ് തിരിച്ച് കിട്ടില്ല, ബ്രോക്കർ ഫീ ഒന്നും കിട്ടില്ല, അങ്ങനെ പോയി. പിന്നെ നമ്മൾ ആ ഒരു ഹാങ് ഓവറിൽ കുറച്ച് ദിവസത്തേക്ക് വീടേ നോക്കിയില്ല. പിന്നെ വീട് നോക്കാതെ ആയപ്പോൾ അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഉത്തരവാദിത്തം ഇല്ല. പിന്നെ അവിടെ പോകുമ്പോൾ എൻ്റെ അമ്മയും അച്ഛനും ഒപ്പാക്കി തരും, ഇവിടെ അഖിലേട്ടൻ്റെ വീട്ടിൽ വരുമ്പോൾ അഖിലേട്ടൻ്റെ അമ്മയും അച്ഛനും ഒപ്പാക്കി തരും. അങ്ങനെ ആക്ച്വലി ഞങ്ങളൊരു സുഖസുന്ദരമായ ജീവിതമായിരുന്നു, അല്ലേ? സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ച്, ഞങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ, ഒരു ഉത്തരവാദിത്തം എന്താ ഒന്നുമില്ല. ഇടയിലിടയിൽ നമ്മൾ ട്രിപ്പ് ഒന്നിനെ കുറിച്ചും ചിന്തയില്ല, ഒരു ചിന്തയും ഇല്ലാണ്ട് സുഖമായിട്ട് പോയി. ഇനിയിപ്പോൾ ഉത്തരവാദിത്തം ആവുമെന്നൊന്നും അറിയില്ല. ബട്ട് ഒരു ലൈഫിലത്തെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അവിടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും വീടെടുത്തിട്ടു, ബൈ ചാൻസ് എന്തെങ്കിലും ആവശ്യം വന്നാൽ പോവാം, അങ്ങനെയൊക്കെ രീതിയിൽ അല്ലേ? പിന്നെ പറയുകയാണെങ്കിൽ എനിക്കിങ്ങനെ ഇങ്ങനെ അതാണ് അവസ്ഥ. അപ്പോൾ എനിക്കങ്ങനെ പാലക്കാടാണ് ഇഷ്ടം. ഓക്കെ, എനിക്ക് വേറെ ഏത് സ്ഥലവും ഇഷ്ടമല്ല. ഈവൻ എനിക്ക് പുറത്തേക്കൊക്കെ ചാൻസ് കിട്ടിയതാണ്. ഞാനതിപ്പോൾ പറയുമ്പോൾ തള്ളലായിട്ട് തോന്നുന്നു, ഇരിക്കട്ടെ അവിടെ. പുറത്തേക്ക് ചാൻസ് കിട്ടിയിട്ടടക്കം എനിക്ക് പോകാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. ആൻഡ് ഓൾസോ അഖിലേട്ടനും പുറത്തേക്ക് ചാൻസ് കിട്ടിയതാണ്, അല്ലേ? അഖിലേട്ടനും പുറത്തേക്ക് ചാൻസൊക്കെ കിട്ടി. പക്ഷെ
നമ്മളാലോചിക്കും അവിടെ പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് നാട്ടിലേക്ക് വരാൻ പറ്റാതെ ടിക്കറ്റ് എടുത്ത് വന്ന് ഒക്കെ ഭയങ്കര കഷ്ടമല്ലേ. അപ്പോൾ കഷ്ടപ്പെടാൻ വയ്യാത്തതുകൊണ്ട് നമ്മളാരും രണ്ടുപേരും അത് തീരുമാനിച്ചില്ല. പിന്നെയും പുറത്ത് പോകണോ അങ്ങനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നു. പിന്നെ ഇപ്പോൾ കോഴിക്കോട് വീടെടുത്തു. പക്ഷെ കോഴിക്കോട് എനിക്കിഷ്ടമാണ്, പക്ഷെ എന്നാൽ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണ് കോഴിക്കോടുള്ളവർ കാണും അത് അങ്ങനെയല്ല കേട്ടോ. ഒരു നമുക്ക് ജനിച്ച സ്ഥലത്തോടുള്ളൊരു ഇഷ്ടമുണ്ടാവുമല്ലോ. അതാണ് ഞങ്ങൾക്ക് 2 പേർക്കും. ഒരാൾക്ക് എനിക്ക് മാത്രമല്ല. ഇപ്പം അഖിലേട്ടനോട് ചോദിച്ചാൽ അഖിലേട്ടൻ പറയാം അയ്യോ എനിക്ക് വേഗം കോഴിക്കോട്ട് നിന്ന് പാലക്കാട് എത്തണം എന്ന് പറയും. അങ്ങനെയുള്ള 2 പേരാണ്. ഇപ്പം അവിടെ പോയിട്ട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് തന്നെ എനിക്ക് ഒരു ഐഡിയ ഇല്ല. അഖിലേട്ടനോ? അതന്നെ അഖിലേട്ടൻ പറയാം നമുക്ക് വെറുതെ ഇത് സത്യത്തിൽ നമ്മുടെ പാരൻസിന് വേണ്ടി നമ്മൾ വീടെടുത്തു എന്നാണ് അഖിലേട്ടൻ പറയുന്നത് കേട്ടോ. അഖിലേട്ടൻ പറയുന്നത് ആകെ 11 മാസത്തെ എഗ്രിമെൻ്റ് ആണ്. അത് കഴിഞ്ഞത് നമുക്ക് തിരിച്ചു വരാമെന്നാണ് കേട്ടോ. അറിയില്ല, എന്തായാലും എടുത്തിട്ടുണ്ട്. സോ ഇത് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് പോലെ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് കോഴിക്കോട് എന്താ കാണാത്തേ, കോഴിക്കോടല്ലേ. ആൻഡ് ഓൾസോ അഖിലേട്ടൻ എന്താ വർക്ക് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് അഖിലേട്ടൻ എന്ത് ചെയ്യുന്നു. അഖിലേട്ടൻ തന്നെ പറയും എന്ത് ചെയ്യുന്നു. അഖിലേട്ടൻ ഒരു നാണം കുണുങ്ങി ചെക്കനാണ്. അതാണ് വീഡിയോയിലൊന്നും വരാത്തത്, മനസ്സിലായോ? അപ്പം ഞാൻ തന്നെ പറയാം. അഖിലേട്ടൻ വന്നിട്ട് ഫിസിക്സിൻ്റെ പ്രൊഫസറായിട്ട് റൈസിൽ നീറ്റ് JEE തുടങ്ങിയ IIT അങ്ങനെ എന്താ പഠിപ്പിക്കണം അഖിലേട്ടൻ? അതല്ലേ അതന്നൊക്കെ തന്നെ അതാണ് പഠിപ്പിക്കുന്നത് ആള്. അപ്പോൾ ആളവിടെ തൊണ്ടയാടുള്ള റൈസിലാണ് വർക്ക് ചെയ്യുന്നത്. ആള് കുറച്ച് വർഷങ്ങളായി ഫിസിക്സിൻ്റെ തന്നെ കേരളത്തിൽ ഫിസിക്സിൽ കുറച്ച് തള്ളിത്തരാൻ വേണമെങ്കിൽ ചുമ്മാ പറയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഫിസിക്സിൻ്റെ ഭാഗവുമായിട്ട് പോകുന്നു. ഫ്യൂച്ചറിൽ ഒരു HM ആയി ഏതെങ്കിലും സ്കൂളിലേക്ക് വരുമല്ലേ ചെയ്യുന്നുണ്ട്. അപ്പം ഇനി കുറച്ച് ഇങ്ങനെ വെക്കാം. ഫ്യൂച്ചർ ചിലപ്പോൾ അഖിലേട്ടൻ വേറെ ലൈക്ക് വല്ല സ്കൂളിൽ മാഷായിട്ട് കയറാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഇവിടെ നിൽക്കുന്നത് എന്തിനാ ഇവിടെ നിൽക്കണേ? വെറുതെ ഒരു രസത്തിന് ഇപ്പം തൊണ്ടയാട് പോയി നിൽക്കുകയാണ്. ബട്ട് ഫ്യൂച്ചറിൽ അത് മാറിയിട്ട് വേറെ ചാൻസ് ഉണ്ട്, അറിയില്ല. അപ്പോൾ ആള് പക്ഷെ പഠിച്ചേക്കുന്നത് അതും ചോദിക്കും. എല്ലാവരും അഖിലേട്ടനെ കുറിച്ച് അറിയാനാണ് ത്വര. അഖിലേട്ടൻ വന്നിട്ട് പറയും എന്താ പഠിച്ച കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലേ. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണ്. ഗവൺമെൻറ് ശ്രീകൃഷ്ണപുരം കോളേജിലൊക്കെ പഠിച്ച് നല്ല അതന്നെ ബുദ്ധിയുണ്ട്, വിവരമില്ല അങ്ങനെ പറയാം. എഞ്ചിനീയറിംഗും പഠിച്ചിട്ട് ആൾ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് വന്നതാണ്. അപ്പം അങ്ങനെയാണ് അഖിലേട്ടൻ്റെ ഒരു ബയോഗ്രഫി. പിന്നെ അഖിലേട്ടൻ്റെ പ്രായം പറയട്ടെ? പ്രായം പറയാൻ പാടില്ല. ഓക്കെ, ഗസ് അടിക്കും അഖിലേട്ടൻ്റെ പ്രായം. അഖിലേട്ടൻ ഒരു 90K കിഡാണ്. അയ്യോ 90 ഒന്നുമല്ല, അതിനേക്കാൾ 90s കിഡ്. ഞാൻ 20s കിഡ്. ഓക്കെ, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്കിനി കോഴിക്കോട് കാണാം എന്ന് വിചാരിക്കുന്നു. കോഴിക്കോട് ആക്ച്വലി കുറച്ച് എന്താ പറയുക, കുറേയധികം പേര് കോഴിക്കോട് നിന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ഒരു നല്ല എൻ്റെ ജ്വല്ലറി വാങ്ങിക്കുന്നവരിലും കൂടുതൽ പേര് കോഴിക്കോട് തന്നെയാണ് കേട്ടോ. സോ അതിലൊക്കെ ഭയങ്കര കോഴിക്കോട് ട്രിവാൻഡ്രം ഒക്കെ അങ്ങനെ കുറച്ച് കണക്ഷൻസ് ഉണ്ട്. എങ്കിൽ പോലും ഇതെന്തോ ഒരു വിഷമം. പക്ഷെ നമുക്ക് ഇവിടുന്ന് പോയി വരാം, അങ്ങനെയൊക്കെ ഒന്നും കുഴപ്പമില്ല. പക്ഷെ എന്തോ അങ്ങനെ ഹാർട്ടിലൊരു ഭാരവുമായിട്ടാണ് പോകുന്നത്. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഒപ്പാക്കിയിരിക്കുന്നത് അഖിലേട്ടനാട്ടോ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അഖിലേട്ടനാണ് വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും സെറ്റാക്കിയത്. അപ്പോൾ ലൈക്ക് അങ്ങനെ ഒക്കെ നോക്കാം. അപ്പോൾ യെസ്, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പം അതുവരയ്ക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ, ലവ് യു. ഓക്കെ, ബൈ.